അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ മൂന്നാമത്തെ നോമ്പ് തുറ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഇതിപ്പോൾ ഞാൻ കയ്യിൽ കാണിച്ചില്ലേ, അതെന്താണെന്നറിയോ? അത് ഉന്നക്കായിന് വേണ്ടി ഞാൻ പഴം ഇങ്ങനെ പുഴുങ്ങി ബോക്സിലാക്കി ഇങ്ങനെ ശരിക്കും ഇങ്ങനെ കുഴച്ച് ബോക്സിലാക്കി വെക്കും കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും അതിൽ നിന്ന് കുറച്ച് എടുത്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് ഉണ്ട പോലെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ തേങ്ങയും പഞ്ചസാരയും ഏലക്കാപ്പൊടിയും കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് തിരുമ്മി എടുത്തിട്ട് ഇതുപോലെ ഉണ്ടയാക്കി പഴം വെച്ചിട്ട് ഉണ്ടയാക്കി അതിൻ്റെ ഉള്ളിൽ വെച്ച് അങ്ങനെ ബോളാക്കി എടുത്തേക്കുന്നത് കേട്ടോ. ഉന്നക്കായിൻ്റെയൊക്കെ തന്നെ കൂട്ട്, എന്നിട്ടും തേങ്ങ വറുത്തൊന്നുമില്ല, സാധാ പച്ച തേങ്ങ എന്ന് മാത്രം, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ നിസാമോളോട് ജ്യൂസ് അടിക്കാൻ പറയായിരുന്നു. അപ്പോൾ ഒരു ഓറഞ്ച് എടുത്താൽ മതി, ഒരു ഓറഞ്ച് എടുത്തിട്ട് ഇങ്ങനെ വട്ടം മുറുക്കി, എന്നിട്ട് അതിൻ്റെ ഉള്ളിലിപ്പോൾ കുരു കാണാമല്ലോ, വട്ടം മുറുക്കിയുമ്പോൾ കുരു എല്ലാം കാണാൻ പറ്റും, എന്നിട്ട് ആ കുരു എല്ലാം ഇങ്ങനെ കളയാൻ പറയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഞാനൊരു ഷോർട്ടാക്കി ഇടാം കേട്ടോ അത്. എന്നിട്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കും. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി കേട്ടോ, ചെറിയൊരു കഷ്ണം ഇഞ്ചി തൊലി കളയാനായിട്ട് നിസാടയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ബോള്. ഇതെല്ലാം നമ്മുടെ ആ ബോള് ഉന്നക്കായി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉന്നക്കായിൻ്റെ കൂട്ടിലല്ലാതെ തേങ്ങയും പഞ്ചസാരയും ഏലക്കാപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് ബോള് പോലെ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതൊരു പ്രത്യേക വേറൊരു ടേസ്റ്റാണ്, ഉള്ളിൽ തേങ്ങയുടെ ഫില്ലിങ്ങും ഇതുമൊക്കെ ആയിട്ട് കേട്ടോ. അങ്ങനെ പിന്നെ അപ്പം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടായി. ഇഞ്ചിയും കൂടി അവൾ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതാ ഞാൻ പൊരിച്ച് പോരാനുള്ള സാധനങ്ങളൊക്കെ ഇഞ്ചിയൊക്കെ കൊണ്ടുവന്ന് കാണിക്കണേ കേട്ടോ പുള്ളിക്കാരി. ഇഞ്ചിയൊക്കെ വെച്ചിട്ട് പിന്നെ നമ്മൾ ചെറുനാരങ്ങ നീരൊക്കെ ഒഴിച്ച് ഐസ് ക്യൂബ്സൊക്കെ ഇട്ട് അടിച്ചെടുക്കും കേട്ടോ. അടിച്ചെടുത്തിട്ടാണ് ഐസ് ഇടണം കേട്ടോ. പഞ്ചസാരയൊക്കെ ഇട്ട് അടിക്കും. അടിച്ചെടുത്തിട്ട് നമ്മൾ അരിച്ച് നമ്മളുടെ വെള്ളമൊഴിക്കുന്ന ക്യാനിലേക്ക് ഒഴിച്ചിട്ട് ഐസ് ഇടും. അത് നല്ല ടേസ്റ്റ് ആട്ടോ. ഒരുപാട് ഓറഞ്ചൊന്നും വേണ്ട, ഓറഞ്ച് ജ്യൂസ് അല്ല എങ്കിലും പക്ഷേ അതൊരു നല്ലൊരു ഫ്ലേവർ, നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. ഒരു കഷ്ണം ഓറഞ്ചാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ സമയം ഇച്ചിരി കൂടി തുടങ്ങിയിട്ടോ. ഞാൻ ഇന്നലെ എന്താണോ എല്ലാ പണിയും വേഗം കഴിച്ച് വെച്ചതാണ്, പക്ഷേ 4 സമയം പോയി. അങ്ങനെയാണല്ലേ, ലാസ്റ്റ് സമയമാകുമ്പോൾക്ക് നമുക്ക് അങ്ങോട്ട് ഒട്ടും സമയം തികയില്ല. ബാങ്ക് കൊടുക്കുന്ന സമയമാകുമ്പോൾ ഒരു തിരക്കാം. പിന്നെ കട്ട്ലേറ്റാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഇവിടെ പിള്ളേർക്ക് കട്ട്ലേറ്റ്, ബിരിയാണി അതൊക്കെ മതി. ബിരിയാണി എന്ന് പറഞ്ഞാൽ ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട, അത് മതി. പിന്നെ കട്ട്ലേറ്റ് ആണ് എല്ലാ ദിവസവും അതൊക്കെ ഇഷ്ടം. അപ്പോൾ എനിക്കിങ്ങനെ ഓരോ ദിവസം ഓരോന്നിങ്ങനെ മാറ്റി ഉണ്ടാക്കാനാണ് ഇഷ്ടം. ഇതും അവർ കഴിക്കൂല, ഇതിപ്പോൾ ഞാനും ഉമ്മായും കഴിക്കുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ബീഫ് ഞാൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. ബീഫ് കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 2 ദിവസത്തേക്ക് ഉണ്ടാവും. അപ്പോൾ ഇന്നത്തേക്കും അത് മതി. പിന്നെ നമ്മുടെ ഇന്നത്തെ വെറൈറ്റി ചായ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രീൻ ടീ കണ്ടിട്ടുണ്ടേ. ഗ്രീൻ ടീ ആണ്. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ പറഞ്ഞല്ലോ ഓരോ ദിവസം ഓരോ വെറൈറ്റി ചായ ഉണ്ടെന്ന്. അപ്പോൾ ഇതാട്ടോ അതേ നമ്മുടെ സ്കോഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചെറുനാരങ്ങ നീരൊക്കെ ഒഴിച്ച് ഐസൊക്കെ നല്ലോണം ഐസൊക്കെ ഇട്ട് ഒക്കെ വെച്ചേക്കാം കേട്ടോ. അപ്പം ഞാൻ അതിൽ ഗ്ലാസ്സിലേക്കൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഓറഞ്ചൊന്നും വേണ്ട കേട്ടോ. ഒരു ഓറഞ്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. പക്ഷേ അത് നല്ല ടേസ്റ്റി കിട്ടും കേട്ടോ. പിന്നെ ഇതിലേക്ക് 2 പുതിനയും കൂടി ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കിയെടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റും കൂടി അത് കിട്ടും കേട്ടോ. പിന്നെ നമ്മുടെ ബോൾസ്, കട്ട്ലേറ്റ് ഇതൊക്കെയായിരുന്നു കേട്ടോ. ഇന്നലെ നമുക്ക് നോമ്പ് തുറക്ക്. അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോസാണ് കേട്ടോ ഇന്നിടുന്നത്. അങ്ങനെ ഞങ്ങൾ അൽഹംദുലില്ലാ നമ്മുടെ അങ്ങനെ 3ാമത്തെ നോമ്പ് തുറയും കഴിഞ്ഞു. ഇനി അടുത്ത വർഷം എങ്ങനെയാണ്, ഏത് സമയം എങ്ങനെയൊക്കെയാണ് നമ്മളുണ്ടാവുമോ എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടൊക്കെ തന്നെ എല്ലാവരും പ്രാർത്ഥനയിലേക്ക് ഞങ്ങളെയും ഉൾപ്പെടുത്തണം കേട്ടോ. എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ആയുസ്സും ആരോഗ്യവും ഒരു അസുഖങ്ങളും ഇല്ലാത്ത ദീർഘായുസ് കിട്ടാൻ ഞാനും ദുആ ചെയ്യാം കേട്ടോ. പിന്നെ ഇതാ ജിബ്രൂട്ടനെ ഇതിലേക്ക് മണം കേട്ടിട്ട് ഞങ്ങളുടെ പിറകെ നടക്കണേ കേട്ടോ. ജിബ്രൂട്ടനെ ചിക്കൻ വേവിക്കുമ്പോൾ കുറച്ചെടുത്ത് വേവിച്ച് കൊടുക്കും കേട്ടോ. പിന്നെ ബീഫും കഴിക്കൂല, പിന്നെ വേറൊന്നും കഴിക്കൂല, മീനിനോടും താല്പര്യം ഇല്ലാണ്ടായി ഇപ്പോൾ. പിന്നെ എനിക്കധികം ഫുഡ് വേണ്ട. മത്തിയൊക്കെയാണ് പിന്നെയും പുള്ളിക്ക് ഇഷ്ടം കേട്ടോ. മത്തിയൊക്കെ വേവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കഷ്ണമൊക്കെ മതി പുള്ളിക്ക്, പിന്നെ ഉറക്കമാണ് അങ്ങനെ കേട്ടോ. പിന്നെ അപ്പോൾ അതാ അൽഹംദുലില്ലാ ഞങ്ങൾ നോമ്പ് ഉറക്കാം കേട്ടോ. അപ്പോൾ ഗ്രീൻ ടീ അത് കഴിയുമ്പോൾ നമ്മൾ ഗ്രീൻ ടീ ആയിട്ട് കുടിക്കണം. പിന്നെ ഞങ്ങൾ ചായ കുടിക്കുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ്. നമ്മൾ കടിയൊക്കെ കഴിക്കൂലേ, പത്തിരി ഇറച്ചിയൊക്കെ തിന്നൂലേ, അപ്പോഴാണ് നമ്മൾ ചായ കുടിക്കണം കേട്ടോ. അപ്പോൾ ഉമ്മാക്ക് പിന്നെ ഇന്നലെയും ഇച്ചിരി പ്രഷറൊക്കെ വന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളിവിടെ പോയി പ്രഷറിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉമ്മാക്ക് കാണിക്കേണ്ടായി. പിന്നെ നമ്മളിവിടെ പോയി പ്രഷറൊക്കെ ചെക്ക് ചെയ്തപ്പോൾ 160 നിൽക്കണം കേട്ടോ. പിന്നെ ഞാൻ രാത്രിയായപ്പോൾ പിന്നെ സഞ്ജുവിലൊക്കെ പോയി ഡോക്ടറെ കാണിച്ചു. ഡോക്ടറെ വിവരം പറഞ്ഞു, ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടായിട്ടോ. അപ്പോൾ ഡോക്ടർ വീണ്ടും വേറൊരു ഗുളികയൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് അൽഹംദുലില്ലാ അങ്ങനെ ഒക്കെ ആയിരിക്കണം. പ്രഷർ അങ്ങോട്ട് കുറയുന്നില്ല കേട്ടോ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടിലിരിക്കണേ കേട്ടോ.
പിന്നെന്താ നമ്മുടെ ഗ്രീൻ ടീ കേട്ടോ. ഗ്രീൻ ടീയിലേക്ക് ഒരു ചെറുനാരയും കൂടി ഒഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചെറുതായിട്ട് അതിൻ്റെ കളർ ഇങ്ങനെ മാറും, എന്നാലും നല്ലൊരു ടേസ്റ്റാണ്. ശരീരത്തിന് നല്ല ഉന്മേഷം കിട്ടാനും നല്ല നമ്മളുടെ ചൂടിനും നല്ലൊരു ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഡ്രിങ്കാണ് കേട്ടോ ഇത് നമ്മൾ വേറൊരു ചായയും കൂടി നമ്മൾ നാളത്തെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അങ്ങനെ നമ്മളുടെ നോമ്പ് തുറയൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇനിയിപ്പോൾ എല്ലാവർക്കും ഓരോ സ്ഥലത്ത് ഇങ്ങനെ നോമ്പ് തുറക്ക് പോകാനുള്ള തിരക്കും അങ്ങനെയൊക്കെ ആവും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പുറത്ത് പോയി വന്നപ്പോൾ ഞാൻ മുന്തിരി വാങ്ങിക്കാൻ വേണ്ടി ഫ്രൂട്ട്സ് കടയിൽ കയറിയത്. അപ്പോൾ സ്ട്രോബെറിക്ക് നല്ല വിലക്കുറവാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ ഞാൻ നിസാമുക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്ട്രോബെറി. എപ്പോഴും മേടിച്ചു കൊടുക്കാൻ പറയുമ്പോൾ എപ്പോഴും ഭയങ്കര വിലയായിരിക്കും ഈ സ്ട്രോബെറിക്ക്. അന്നേരം ഞാൻ വാങ്ങിക്കൂല കേട്ടോ. അപ്പോൾ ഇപ്പോൾ വില കുറഞ്ഞത് അങ്ങനെ കണ്ടപ്പോൾ ഇവൾ എപ്പോഴും പറയാറുണ്ടല്ലോ എന്ന് ഓർത്ത് അങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ട് വന്നാണ് കേട്ടോ. മക്കൾക്ക് നമ്മുടെ അടുത്തല്ലേ പറയാൻ പറ്റുള്ളൂ. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ.